പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടി വിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ വൈദികർ, സന്യസ്തർ വ്രതം എടുക്കുമ്പോൾ അവരെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് ദാരിദ്ര്യം. അത് വൈദികർക്കും സന്യസ്തർക്കും മാത്രമുള്ള ഒരു വിളിയല്ല. ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും ദാരിദ്ര്യം എന്ന വ്രതമുണ്ട്. ദാരിദ്ര്യം എന്ന വ്രതത്തിൻ്റെ അർത്ഥം നമ്മൾ ദരിദ്രരായി കഴിയണം എന്നതല്ല, ഇല്ലായ്മയിൽ സന്തോഷിക്കണം എന്നതാണ്. ഉണ്ടെങ്കിൽ ആർത്തിയോടെ അനുഭവിക്കുകയല്ല, ഇല്ലായ്മയിൽ നമ്മൾ ആനന്ദിക്കുക, ഇല്ലാത്തപ്പോൾ നമ്മൾ സന്തോഷിക്കുക, ഒന്നിനും പരാതിയില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവുക, ഒന്നും തൻ്റേതെന്ന് ബലം പിടിച്ച് സൂക്ഷിച്ചു വയ്ക്കാത്ത ഒരു ജീവിതമാണ് ദാരിദ്ര്യത്തിൻ്റെ ജീവിതം. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് സഭയുടെ ആരംഭ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളുടെ ജീവിതം അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുകയാണ്: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരേ ആത്മാവും ഉള്ളവരായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതു സ്വത്തായിട്ട് കണക്കാക്കിയിരുന്നു. നമ്മുടേത് എന്ന് പറയാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്, നമ്മുടെ സ്വത്ത് എല്ലാം നമ്മുടേതാണ്, എൻ്റേത് എന്ന് അവരൊരിക്കലും പറഞ്ഞിരുന്നില്ല. അവർക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ആഴമായ ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികളുടെ സമൂഹത്തിൽ, ആദിമ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ മൂലമറ്റം എന്ന സ്ഥലത്താണ്. അവിടെ അടുത്ത ഒരു ദേവാലയത്തിലെ വികാരിയച്ഛൻ ഇപ്രകാരം പറഞ്ഞു: ഈ ക്രിസ്മസിന് നമ്മുടെ ഇടവകയിൽ ഇറച്ചി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ ദേവാലയത്തിൽ നിന്ന് അവർക്ക് ഇറച്ചി വാങ്ങാനുള്ള പണം കൊടുക്കുന്നതാണ്. ഇറച്ചി ഒരു വലിയ കാര്യമാണോ എന്ന് നമുക്ക് തോന്നാം. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഒരു വ്യക്തിക്ക് ഈസ്റ്ററിനോ ക്രിസ്മസിനോ വിശേഷ ദിവസങ്ങളിലോ ഇത്തിരി ഇറച്ചി ഉണ്ടാവുക എന്നത് അവർക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വികാരിയച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. മടികൂടാതെ പാവപ്പെട്ട മനുഷ്യരെ വികാരിയച്ഛനെ സമീപിച്ചു. വികാരിയച്ഛൻ അവരെയെല്ലാം സഹായിച്ചു. വികാരിയച്ഛൻ അവരെ സഹായിക്കാനായിട്ട് പറ്റിയത് ആ നാട്ടിലെ ചില സമ്പന്നരായ ആ ഇടവകയിലെ ചില വിശ്വാസികൾ വികാരിയച്ഛൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, അവർക്കൊക്കെ ഇറച്ചി വാങ്ങിക്കൊടുക്കാനുള്ള പണം അച്ഛൻ്റെ കയ്യിലില്ലല്ലോ, ഞങ്ങളത് തരാം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിലേക്ക് അത് കൊണ്ടു കൊടുക്കുകയാണ്. അച്ഛൻ ആരോടും ആവശ്യപ്പെട്ടിരുന്നില്ല നിങ്ങൾ ആരെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് പണം തരണം എന്ന്. ആത്മാർത്ഥമായിട്ടാണ് അച്ഛൻ പറയുന്നതെന്ന് ആ അച്ഛൻ്റെ വാക്കുകളിലൂടെ ആ ഇടവക വിശ്വാസികൾക്ക് മനസ്സിലായതുകൊണ്ട് അപ്രകാരം ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. സ്വത്ത് വളരെ നല്ലതാണ് പ്രിയരെ. അത് പാപവിമുക്തമാണെങ്കിലാണ്
അത് നല്ലത് എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 13:24 നാം വായിക്കുന്നുണ്ട്. പാപവിമുക്തമാണെങ്കിൽ സമ്പത്ത് വളരെ നല്ലതാണ്. പാപത്തിൻ്റെ വഴിയിലൂടെ നേടിയിട്ടുള്ള സമ്പത്ത് അത് നമുക്ക് അനുഭവിക്കാനോ നമ്മുടെ മക്കൾക്ക് അനുഭവിക്കാനോ കൊള്ളുകയില്ല പ്രിയരെ. അതുകൊണ്ട് നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ചോളൂ. അത് മറ്റുള്ളവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇനി നേരായ വഴിയിലൂടെ സമ്പാദിക്കുക എന്ന് പറയുമ്പോഴും ഈ നേരായ വഴിയിലൂടെ സമ്പാദിക്കാനായിട്ടുള്ള ഈ കഴിവ് ദൈവമല്ലേ നമുക്ക് തരുന്നത്? നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി മേഖലകൾ, വരുമാന മാർഗങ്ങൾ എല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകിയതല്ലേ. അതുകൊണ്ടല്ലേ അപ്പസ്തോലനായ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നത്, 1 കൊറിന്തോസ് 4:7 നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്നിലും അഹങ്കരിക്കാനില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതം നാം കാഴ്ചവെച്ചാൽ മറ്റ് മതസ്ഥരായ ആളുകൾക്കും നമ്മളോട് അങ്ങേയറ്റം താല്പര്യം തോന്നുകയാണ്. ആദിമ സഭയിൽ ക്രിസ്ത്യാനികളുടെ ജീവിതവും പെരുമാറ്റവും കൂട്ടായ്മയും കണ്ട് വിജാതീയരായ ആളുകൾ ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങളെയും നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുമോ എന്ന്. ഞങ്ങളെയും നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുമോ? നമ്മുടെ കൂടെ ചേരാൻ അവർ താല്പര്യം കാണിച്ചിരുന്നു. കാരണം നമ്മൾ ഒന്നിനും, ഈ ലോകത്തിലുള്ള ഒന്നിനും വില കൽപ്പിക്കാത്തവരായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ, വില കൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പലരും നമ്മിൽ നിന്ന് അകന്നു പോകാനായിട്ട് തുടങ്ങി. ഇന്ന് ആരെങ്കിലും അടുക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ നിയമം ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. വെറും 5 രൂപയും കൊണ്ട് ഈ ഇന്ത്യയിലേക്ക് വന്ന മദർ തെരേസ, ലോകം കണ്ട വലിയ വിശുദ്ധയായി, ജീവിക്കുന്ന വിശുദ്ധ എന്ന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിളിക്കപ്പെട്ടിരുന്ന മദർ തെരേസ മരിച്ചതിന് ശേഷം വിശുദ്ധയായി ഈ അൾത്താരയിൽ വണങ്ങുമ്പോൾ വെറും 5 രൂപ കൊണ്ട് ഈ ഇന്ത്യയിലേക്ക് വന്ന് പാവപ്പെട്ടവരുടെ ഇടയിൽ, വേദനിക്കുന്നവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. ഒന്നും തനിക്കായി കൂട്ടിവച്ചിരുന്നില്ല. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, മദർ, എല്ലാ മാസവും ഞാൻ 20,000 രൂപ മദറിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അയക്കാം. മദർ പറഞ്ഞു, എനിക്കത് വേണ്ട. 20,000 രൂപ എല്ലാ മാസവും എനിക്ക് അയച്ചു തന്നാൽ അത്രയും എനിക്ക് ദൈവാശ്രയം കുറഞ്ഞു പോകും. എൻ്റെ ദൈവാശ്രയം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എനിക്കിഷ്ടം. മദർ തെരേസായുടെ സിസ്റ്റേഴ്സ് എല്ലാം ഇന്നും അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ, തലയണ പോലും ഉപയോഗിക്കാതെ കീറപ്പായിൽ ഇന്നും അവർ കിടന്നുറങ്ങുകയാണ്. അവരങ്ങനെ മനസ്സുകൊണ്ട് ആ ദാരിദ്ര്യവ്രതം സ്വന്തമാക്കിയതുകൊണ്ട് അവർക്ക് തലയണയില്ലാത്തതിൻ്റെ പേരിലോ പായില്ലാത്തതിൻ്റെ പേരിലോ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിലോ അവരാരും പരാതി പറയുന്നില്ല. ദാരിദ്ര്യം വ്രതമാക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇല്ലായ്മയോർത്ത് ഒരിക്കലും സങ്കടപ്പെടുകയില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് സംസാരിക്കുകയായിരുന്നു. അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർ എന്നോട് സംസാരിച്ചതാണ്. ഞാൻ പറഞ്ഞ അല്പം കൂടെ ആലോചിച്ചിട്ട് പോരെ? ഇല്ല, ഞങ്ങൾക്ക് പിരിയാൻ പറ്റുന്നില്ല. ഞങ്ങൾ അത്രമാത്രം ആഴമായി അടുത്തു. മാതാപിതാക്കന്മാരോട് സംസാരിച്ചു. മാതാപിതാക്കന്മാർ എതിരൊന്നും പറഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി വീടിൻ്റെ കാര്യത്തിൽ പരാതി പറയുന്നു. ഒരു സാമാന്യം തരക്കേടില്ലാത്തൊരു വീടുണ്ട്, ആ വീട് പോരാ ആ പെൺകുട്ടിക്ക്. ബൈക്ക്, ഒരു ചെറിയ ബൈക്കുണ്ട്, അത് പോരാ ആ പെൺകുട്ടിക്ക്. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പരാതി. എന്തിന്? ഈ ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങളെ കാണാൻ കൊള്ളില്ലല്ലോ എന്ന്. പ്രേമിച്ച് നടന്നപ്പോൾ, സ്നേഹിച്ച് നടന്നപ്പോൾ കാണാൻ കൊള്ളുമായിരുന്നു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് പരാതി പറയാനായിട്ട് തുടങ്ങി. ഇല്ലായ്മയിൽ സന്തോഷിക്കാൻ പറ്റാത്ത ഒരു ജീവിതം.
പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഇല്ലായ്മയിൽ ആനന്ദിക്കുമ്പോഴാണ് ദൈവം നമുക്ക് എല്ലാം തരുന്നത്. അതുകൊണ്ട് സമ്പത്തിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ, എല്ലാവരെ പോലെയും സമ്പത്തുണ്ടാക്കി എനിക്ക് വലുതായി തീരണം, സമ്പത്തിൽ വലുതാകണം എന്നതാണ് നമ്മുടെ ചിന്തയെങ്കിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ലൂക്കായുടെ സുവിശേഷം 18:24 നാം ഇങ്ങനെ വായിക്കും, സമ്പത്ത് ഉള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരമാണ്. സമ്പത്ത് ഉള്ളതുകൊണ്ടല്ല അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാത്തത്. ആ സമ്പത്ത് മറ്റാർക്കും ദാനം ചെയ്യുന്നില്ല. ആ സമ്പത്ത് താനും തൻ്റെ മക്കളും അനുഭവിക്കേണ്ടതാണെന്ന് ചിന്തിക്കുന്നു. ആ സമ്പത്ത് ദൂർത്തടിക്കുന്നു. ആ സമ്പത്ത് തൻ്റെ കഴിവുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണെന്ന് ചിന്തിക്കുന്നു. ദൈവം തന്നതാണെന്ന് ചിന്തിക്കുന്നേയില്ല. ആ സമ്പത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല. ദൈവത്തിന് സ്ഥാനമില്ലാത്തിടത്ത് ആരായിരിക്കും ഭരിക്കുന്നത്? സാത്താനല്ലേ ഭരിക്കുന്നത്. ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്തിടത്ത് സാത്താന് പ്രവർത്തിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറേ കഴിയുമ്പോൾ ആ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെ നമ്മളായിത്തീരും. അതാ ചരിത്രം പഠിപ്പിക്കുന്നത്. എത്രമാത്രം സമ്പത്തുള്ള വ്യക്തി ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലാത്തവരെ പോലെ മരിച്ചുപോയിട്ടുള്ള ധാരാളം വ്യക്തികളുടെ ചരിത്രം നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ഒന്നുമില്ലാത്തവനെ പോലെ ആയിത്തീരാൻ ഒരു നിമിഷം മതി. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു സോളമൻ. സമ്പത്താണെങ്കിലേറെ, ജ്ഞാനമാണെങ്കിലേറെ, ഇഷ്ടം പോലെ കഴിവുകൾ അവിടെ കൊണ്ട് നിൽക്കുന്നുണ്ടോ? 700 ഭാര്യമാർ, 300 ഉപനാരികൾ, 1000 ഭാര്യമാർ. എന്തിനാണ് സോളമന് കുറവുണ്ടായിരുന്നത്? എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ വേണ്ട എന്ന് വെച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ്റെ ചിന്താഗതിയും കാഴ്ചപ്പാടും മാറിയപ്പോൾ, അവൻ പല രാജ്യങ്ങളിൽ നിന്നും പല ജാതികളിലും പെട്ട ആളുകളെ അവൻ സ്വന്തമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവനെല്ലാം തകർന്നു പോവുകയാണ്. അങ്ങേയറ്റം ഒരു തകർച്ചയാണ് സോളമൻ്റെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ ഒരരൂപി നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദാരിദ്ര്യത്തിൻ്റെ ഒരരൂപി. ഇപ്പോഴത്തെ മാർപ്പാപ്പ ദാരിദ്ര്യ അരൂപിക്ക് പ്രാധാന്യം നൽകുന്ന മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. വളരെ ലാളിത്യമുള്ള ഒരു മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് കൊടുക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് സമ്മാനിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു മാർപ്പാപ്പ. ഒന്നും കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കാത്ത ഒരു മാർപ്പാപ്പ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയുടെ തലവനായി നിലകൊള്ളുന്ന മാർപ്പാപ്പ അങ്ങനെയൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാരിദ്ര്യം ഒരു വ്രതമായി നാം സ്വീകരിക്കേണ്ടതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വാരിക്കൂട്ടുന്നതിൽ ആനന്ദിക്കുന്നവരാണ്. എത്രമാത്രം വാരിക്കൂട്ടാൻ പറ്റുമോ അത്രമാത്രം വാരിക്കൂട്ടുന്നു. ആർക്കും കൊടുക്കുന്നില്ല, അവർ തന്നെ അനുഭവിക്കുകയാണ്. കർത്താവ് അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഭോഷ എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. അതിൻ്റെ സംഭവം ഇതാണ്: ഒരു മനുഷ്യൻ കൃഷി ചെയ്തു, ഇഷ്ടംപോലെ സ്വത്ത് അവനുണ്ടായി. കളപ്പുര പൊളിച്ച് ഒരു വലിയ കളപ്പുര പണിത് എല്ലാം ശേഖരിച്ചു വെച്ചിട്ട് ഒടുവിൽ അവൻ പറയുകയാണ്, ആത്മാവേ, അനേക വർഷത്തിനു വേണ്ടുന്നത് സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നീ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ സമ്പാദിച്ചതെല്ലാം ആരുടേതായിത്തീരും. അതുകൊണ്ട് സമ്പത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. ഒരു യുവാവിനോട് കർത്താവ് പറയുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വരുമ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്. നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നമുക്ക് ചിലതൊക്കെ ഉണ്ട് എന്ന് നാം വിശ്വസിച്ച് ജീവിക്കുന്നുവെങ്കിൽ, നമുക്കുണ്ടെന്ന് നാം വിചാരിക്കുന്നത് കർത്താവിന് സമർപ്പിക്കൂ.
അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതം, ദാരിദ്ര്യ അരൂപിയുടെ ഒരു ജീവിതം നാം നയിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു സഹോദരൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കാനായിട്ട് വന്നത്. കോടിക്കണക്കിന് സമ്പത്ത് ആ മനുഷ്യനുണ്ട്. അയാൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവം തന്ന വണ്ടിയായത്, ദൈവം തന്ന വീടായത്, ദൈവം തന്നതാണ് ഈ സ്ഥലമെല്ലാം, ദൈവം തന്നതാണ്. എപ്പോഴും അയാളുടെ വാക്കുകളിൽ ദൈവം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വേറൊരു സഹോദരനെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം ആൻഡോമ നിക്കോബാർ ദ്വീപിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയും, എൻ്റെ ഈശോയുടെ വണ്ടിയാണ്. ഒക്കെ തത്തിന് വണ്ടിയുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ ഈശോയുടെ വണ്ടിയാണ്, എൻ്റെ ഈശോ തന്ന വീടാണ്, എൻ്റെ ഈശോ തന്ന മക്കളാണ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹം മരിച്ചു. പെട്ടെന്ന് ഒരു അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ ആ ശവമഞ്ചത്തിലിരുന്ന് കരയുകയാണ്. ആ കരയുന്ന അവസരത്തിൽ ആ ഭാര്യ പറഞ്ഞ ഒരു വാക്കുണ്ട്. എൻ്റെ ഭർത്താവ് എപ്പോഴും പറയുമായിരുന്നു എല്ലാം ഈശോയുടേതാണെന്ന്. ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് എന്നും പറഞ്ഞ ആ വാക്ക് ഭാര്യയുടെ മനസ്സിൽ കിടക്കുകയാണ്, ഇത് ഈശോയുടെ വീടാണ്, ഈശോയുടെ വീടാണ് എന്ന് മനസ്സിൽ അങ്ങ് തെളിഞ്ഞു വന്നപ്പോൾ ഭർത്താവ് അവിടെ ഇല്ല എന്നൊരു ചിന്ത മനസ്സിലേ ഇല്ല. ഇത് ഈശോയുടേതാണ്. വണ്ടിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇത് ഈശോയുടെ വണ്ടിയാണ്. ഈ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യം അതാണ്. എന്നാൽ നേരെ മറിച്ച് ആ ഭർത്താവ് അങ്ങനെയല്ല പറയുന്നതെങ്കിൽ ഈ വണ്ടി എടുക്കാൻ വരുമ്പോൾ, എൻ്റെ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന വണ്ടിയാകട്ടോ, എൻ്റെ ഭർത്താവ് കിടന്നിരുന്ന മുറിയാകട്ടോ, എൻ്റെ ഭർത്താവ് പണിത വീടാകട്ടോ, എൻ്റെ ഭർത്താവിൻ്റെ ജോലിയാകട്ടോ, എല്ലാം അങ്ങനെ പറഞ്ഞ് ഓരോന്നിലും സങ്കടപ്പെട്ടേനെ. പക്ഷേ ഇപ്പോൾ സങ്കടപ്പെടുന്നില്ല. കാരണം അന്ന് ആ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു വെച്ച കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ്. എഫെസോസ് ലേഖനത്തിൻ്റെ 2:19 ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഇപ്പം ദൈവഭവനത്തിലെ അംഗങ്ങളായിട്ടാണ് നാം ജീവിക്കുന്നത് എങ്കിൽ ഈ ലോകത്തിലെ ഇല്ലായ്മകളെ ഓർത്ത് അല്പം പോലും ഭാരപ്പെടേണ്ടതായിട്ടില്ല. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ ഒരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഉള്ളതുകൊണ്ട് മനുഷ്യൻ തൃപ്തിപ്പെടുന്നില്ല. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടം മേടിച്ച് കടം കൂട്ടി ജീവിക്കാൻ പറ്റാണ്ടായി അവസാനം ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ആളുകളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കുള്ളത് പങ്കുവയ്ക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. പങ്കുവയ്ക്കുന്ന ഒരു മനസ്സ്. ബൈബിളിൽ നമ്മൾ വായിക്കും, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് സമ്മാനിക്കുക. നമുക്കുണ്ടെങ്കിൽ അതില്ലാത്തവനുമായി പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കാവശ്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അയാൾക്കാണ് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. സുവിശേഷ വേലയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കോളേജ് അധ്യാപകനായിരുന്ന, സമ്പന്നനായിരുന്ന, അനേക വർഷങ്ങളായി വേദപാഠ അധ്യാപകനുമായിരിക്കുന്ന, പള്ളിയിലെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിരിക്കുന്ന അദ്ദേഹം ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നു. അദ്ദേഹം വചന ശുശ്രൂഷ ആരംഭിച്ചു. ഞങ്ങൾ ഒരുമിച്ച് അനേക സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്കങ്ങനെ ഏറെ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, 2 ജോഡി മാത്രം. എൻ്റെ ഈ സുഹൃത്ത്, സമ്പന്നനായിരുന്ന അദ്ദേഹം പലപ്പോഴും എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യം, അദ്ദേഹം എവിടെ ധ്യാനിപ്പിക്കാൻ പോയാലും ഈ 2 ജോഡി ഡ്രസ്സ് മാത്രമേ അദ്ദേഹം എടുക്കുകയുള്ളൂ. ധ്യാനം കഴിയുക, ഒരു ഡ്രസ്സ് ധരിക്കുക, മറ്റേ ഡ്രസ്സ് കഴുകിയിടുക.
രാത്രിയിൽ ഫാനിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം കുടഞ്ഞ് ഈ ഡ്രസ്സ് ഉണക്കുകയാണ്. അദ്ദേഹത്തിന് ഡ്രസ്സ് വാങ്ങിക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല. ക്രിസ്തുവിനെ പ്രതി ചില പ്രവൃത്തികൾ, ഇന്ന് കാണിക്കുന്ന ചില മണ്ടത്തരങ്ങളാണല്ലോ പിന്നത്തെ പുണ്യമായി മാറുന്നത്. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള ചില മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് തോന്നാവുന്ന ചില പ്രവൃത്തികൾ പിൽക്കാലത്ത് അവരുടെ മരണശേഷം അതെല്ലാം പുണ്യമായി പരിഗണിക്കപ്പെടുകയാണ്. നല്ല വിവാഹാലോചന കടന്നു വന്നപ്പോൾ അൽഫോൻസാമ തീക്കകത്തേക്ക് ചാടി കാല് പൊള്ളിച്ച് ആ വിവാഹം മുടക്കിയ വ്യക്തിയാണ്. അന്ന് വിവാഹം നടന്നിരുന്നുവെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങളെയുമൊക്കെ ആയി ഈ ലോകത്തിൽ ജീവിച്ച് ഒരു വിശ്വാസ ജീവിതം നയിച്ച് മരിച്ച് സ്വർഗത്തിലേക്ക് പോയേനെ. പക്ഷേ വിശുദ്ധയായി ലോകം അറിയപ്പെടണം എന്ന നിർബന്ധമില്ല. അൾത്താരയിൽ വണങ്ങപ്പെടുന്നവർ മാത്രമല്ല വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ ജീവിച്ച് മരിക്കുന്നവരൊക്കെ വിശുദ്ധരായിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അൽഫോൻസാമയെ സംബന്ധിച്ചിടത്തോളം ആ സൗന്ദര്യത്തിൻ്റെ സമ്പത്ത് അതിൽ ഒരു ദാരിദ്ര്യ ജീവിതം ഇഷ്ടപ്പെട്ടു. അതിൽ ദരിദ്രയായി തീരാൻ അവൾ ആഗ്രഹിച്ചു. ആ കാല് പൊള്ളിയപ്പോൾ സൗന്ദര്യത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് ആ വിവാഹം മുടങ്ങിപ്പോവുകയാണ്. ആ സൗന്ദര്യത്തിൻ്റെ സമ്പത്തിൽ നിലകൊണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അൽഫോൻസാമ വിവാഹം കഴിച്ച് മുന്നോട്ട് പോയേനെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് ഒരു ദാരിദ്ര്യ അരൂപി നമുക്ക് സ്വന്തമാക്കാം. 2 തെസ്സലോനി 3:8 ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല, ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് സ്വീകരിച്ച് ജീവിക്കുന്ന അവസ്ഥയല്ല ഒരു സുവിശേഷകനുള്ളത്. ഞങ്ങളൊക്കെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രോഗശാന്തി ലഭിക്കുന്ന ആളുകളൊക്കെ പണവുമായി ഞങ്ങളുടെ അടുക്കിലേക്ക് വരാറുണ്ട്. ഞങ്ങളാരും അങ്ങനെ സ്വീകരിക്കാറില്ല പ്രിയരെ. ചില വൈദികരൊക്കെ സ്വീകരിക്കുന്ന പണമൊക്കെ ധ്യാനമന്ദിരത്തിന് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരാരും അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നില്ല. അനേക വർഷങ്ങളായി വൈദികരോട് ചേർന്ന് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതാണ്. ആരും അവർക്ക് വേണ്ടി അവരുടെ ഭവനത്തിലേക്ക്, എനിക്ക് വ്യക്തിപരമായി അനേകം വൈദികരെയും അവരുടെ ജീവിതത്തെയും എനിക്കറിയാം. ആർക്ക് വേണ്ടിയാണ്? പള്ളിക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി അവരധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒടുവിൽ ഒരു പ്രീസ്റ്റ് ഹോമിൽ, അവരെ ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. നമ്മളാരെങ്കിലും പോകാറുണ്ടോ പ്രീസ്റ്റ് ഹോമിലേക്ക്? അന്ത്യദിനത്തിൽ അവരൊറ്റയ്ക്കാ മുറിയിൽ, അവരൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. ആ കഷ്ടപ്പെടുന്ന കാലത്ത് എത്രമാത്രം അപവാദങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒക്കെ അവരേറ്റുവാങ്ങിയിട്ടുണ്ട്. ആ ദാരിദ്ര്യ അരൂപിയിൽ അവർ ജീവിച്ച് അവസാനം ഒരു നേരത്തെ ആഹാരം, അവിടെ വേലയ്ക്ക് നിൽക്കുന്ന സഹോദരിമാർ, ചില സ്ഥലങ്ങളിൽ സിസ്റ്റേഴ്സ് ഉണ്ട് നോക്കാനായിട്ട്, ഭക്ഷണം ഒരു നേരം കൊണ്ട് കൊടുക്കുന്നു, അവരത് കഴിക്കുന്നു. ആ കട്ടിലിൽ അവസാനം മരിച്ച് മൺമറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാരിദ്ര്യത്തിൻ്റെ ജീവിതം നയിക്കുന്നവരാണവർ. അതുകൊണ്ട് നമുക്കും ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കുന്നത് വളരെ നല്ലതാണ് പ്രിയരെ. അത് നമ്മുടെ മനസ്സിന് അങ്ങേയറ്റം സമാധാനം നൽകുന്നതാണ്. ചിലർ അലസരായി ജീവിക്കുന്നവരാണെന്ന് അപ്പസ്തോലൻ പറയുന്നുണ്ട്. 1 തെസ്സലോനി 3 എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. ചിലർ ഇങ്ങനെ കൂട്ടായ്മയുടെ ഇടയിലൂടെ നടന്ന് ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആയിരിക്കരുത് എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. നമ്മൾ അധ്വാനിക്കണം, അങ്ങനെ അധ്വാനിച്ച് ജീവിക്കണം, അത് മറ്റുള്ളവരെ സഹായിക്കുന്നതാക്കി തീർക്കണം. ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതം നമ്മളെ നയിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചു. അവൻ ദരിദ്രനായി വളർന്നു, ആശാരിപ്പണി ചെയ്തു, അപ്പനെ പണിയിൽ സഹായിച്ചു. അവസാനം ആരുടെയോ ഒരാളുടെ കല്ലറയിൽ അവൻ അടക്കപ്പെട്ടു. കർത്താവേ, ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതം ഞങ്ങൾക്കും നൽകണമേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. പരാതിയില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.